അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി സ്പൈസി ക്രീമി ബട്ടർ ചിക്കൻ ആണ് കേട്ടോ. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ചിക്കൻ മാരിനേറ്റ്. നമ്മൾ ഏകദേശം ഒരു 100 ആൾക്കുള്ള ബട്ടർ ചിക്കൻ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 100 ആൾക്കുള്ള കറിക്കുള്ള ചിക്കൻ ഇട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം. ജസ്റ്റ് ഇതൊന്ന് നമ്മള് കുറച്ച് ഉപ്പും മുളകും മഞ്ഞപ്പൊടി ഇട്ടിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. നമ്മള് മുളക് പൊടി ഇട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ കുറച്ചിട്ടായി, ബാക്കി നമ്മള് അതിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു 50 ഗ്രാം ഉണക്കമുളക്, നമ്മൾ 100 ആൾക്ക് 30 കിലോ കോഴി ഇട്ട് എടുത്തിക്കണം. അപ്പോൾ ഒരു 50 ഗ്രാം ഉണക്കമുളക് പൊടിച്ചത്. ഇതെന്ന് വെച്ചാൽ ഇതിൽ കടിക്കുമ്പോണ്ടല്ലോ ഇതിലൊരു ടേസ്റ്റ്, എരിവും മധുരവും ഒക്കെ പാട്ട് വേറെ ലെവലാവും. വീഡിയോ ഫുള്ളായി കണ്ടോളി. അത് നമുക്ക് ഈ പറയുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു, ടെൻഡൻസി കൂടുന്നു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉണക്കമുളക് ഇടാം കേട്ടോ. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു അരമണിക്കൂർ റെസ്റ്റ് വെക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഏകദേശം ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറായിട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളി വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കുറേശ്ശെ ചിക്കനെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, എന്താ വെച്ചാൽ വല്ലാതെ ചിക്കനെ മുറുക്കാൻ പാടില്ല, ടൈറ്റ് ആവാൻ പാടില്ല. ചെറിയ തീയിലിങ്ങനെ ചെറിയ സോഫ്റ്റ് ആക്കിയിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിന് ഈ ചിക്കന് ഇതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് എന്തായാലും ഒരു അരമണിക്കൂർ ഇരിക്കണം. അപ്പോഴാണ് ഇതിലേക്ക് കറക്റ്റായിട്ട് ആ മുളകൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. മുളകൊക്കെ അപ്പോൾ ഇത് നമുക്ക് പൊരിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ബട്ടർ നല്ല മെൽറ്റാവും കേട്ടോ. ഇത് കാശ്മീർ ബട്ടർ നമ്മളെ ഫുള്ളായിട്ട് ചൂടാൻ നിൽക്കണം. എന്താണെന്നറിയോ, ബാക്കിയുള്ള നല്ല ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മുളക് പൊടി കിടക്കുമ്പോൾ കരിഞ്ഞു പോകും. ഞാൻ പിന്നെ മുളക് പൊടി ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി ഇടും കേട്ടോ. കുറച്ച് കാശ്മീരി, നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇവിടെ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് മല്ലിയൊക്കെ ഇത് നമ്മൾ പച്ച മല്ലി അരച്ചെടുത്താണ് കേട്ടോ. എനിക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് പച്ച മല്ലി നല്ല വെള്ളം ഒഴിച്ച് നല്ലോണം അരച്ചെടുത്തത് കേട്ടോ. അപ്പോഴാണ് ആ മല്ലിയുടെ കറക്റ്റ് ഫ്ലേവർ വരുന്നത്. അതിനുവേണ്ടി പച്ചമല്ലി അരക്കും. നമ്മൾ 30 കിലോ കോഴിക്ക് എടുത്തേക്കണത് 300 മല്ലിപ്പൊടിയാണ് കേട്ടോ. മസാല ഇത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, തക്കാളി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള മസാല ചൂടാറിയ ശേഷം മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. പേസ്റ്റാക്കി അരച്ചെടുക്കണം. മസാല നല്ലോണം ഈ ഇതിൽ കിടന്നിട്ട് നല്ലോണം മസാലയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലായി കിട്ടും. ആ മുളക് പൊടി ഉപ്പിൻ്റെ ഒപ്പം ചേർന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കേട്ടോ.
ആണോ? അത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. നമുക്കൊന്ന് കറക്റ്റ് വലിപ്പം നല്ല തിളക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം അരമണിക്കൂറിന് മേലെയായിട്ട് നമ്മുടെ കറി കടന്ന് തിളക്കാൻ തുടങ്ങിയിട്ട് ഇത് നല്ലോണം തിളക്കണം, നല്ലോണം കുറുകണം. എന്താ വെച്ചാൽ ഈ നമ്മൾ അരച്ച മസാലയാണല്ലോ, അപ്പോൾ മസാല കൂടി നല്ലോണം വെന്ത് വരണം. അപ്പോൾ അതിനുവേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു അരമുക്കാൽ മണിക്കൂർ നല്ല തിളപ്പിക്കണം കേട്ടോ. കാരണം കറിക്കൊരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് കസൂരി മേത്തി പൊടിച്ചിട്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കിട്ടും. നല്ല ഇളക്കിക്കൊണ്ടിരിക്കാം. കോഴി ഓൾറെഡി വന്നതാണല്ലോ, നമ്മൾ ഫ്രൈ ചെയ്ത കോഴിയല്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചതാണ് കേട്ടോ. നമുക്ക് ആ അണ്ടിപ്പരിപ്പ് അരഞ്ഞ് കിട്ടും. ഇനി നല്ലോണം കിടക്കട്ടെ കേട്ടോ. സൂര്യനെത്തി കണ്ടപ്പോൾ തന്നെ കറിയുടെ മണം കാണിക്കാം. ആ പച്ചമണം പോയി. അപ്പോൾ നമ്മൾ മസാലപ്പൊടി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്നങ്ങോട്ട് കുറുകി വരണം കേട്ടോ. ഞാൻ ചിക്കനിലെ എരിവും ഉപ്പും ഒക്കെ കറിയിൽ ഇറങ്ങിയിട്ട് നമുക്ക് ലാസ്റ്റ് നോക്കാം. എല്ലാം കൂടി ബാലൻസ് ചെയ്യാനുള്ള പരിപാടി പഠിപ്പിച്ചു തരാം കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ മസാല കുറച്ച് നമ്മുടെ സ്പെഷ്യൽ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഇല്ലാണ്ട് ഇട്ടാൽ അതിൻ്റെ കുത്തു കൂടും. കുറച്ച് മസാല മണക്ക് മാറി ഗ്യാസ് പെട്ടെന്ന് കൂടിയിട്ടുള്ള തൊഴില. നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ആ എരിവും ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്രീം ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. ലേശം ഉപ്പുണ്ട്, അപ്പോൾ രണ്ടും ഇട്ട് ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി. എരിവും മധുരം
ഞാൻ കുറച്ച് നെയ്ച്ചോറിനൊക്കെ ഒഴിച്ചാണ്ടല്ലോ വേറെ ലെവലാവും. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി വെക്കിട്ടോ. അപ്പോ ലാസ്റ്റ് ഇട്ടോ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കും. ഇനി വേറെ ഇതിലൊരു പരിപാടി ഇല്ലേ, ഞാൻ അതാണ് കടന്നു മെൽറ്റാവും. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടാം കേട്ടോ, ഓഫാക്കി. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ ടേസ്റ്റ് ചെയ്യാൻ. മൂട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് നോക്കണേ ഞാനല്ല കേട്ടോ, ഇന്ന് ഇവരാണ്. ഇവർ കുറേ നേരമായി ടേസ്റ്റ് ചെയ്ത് നോക്കണം പറയുന്നത്. ഇവരൊക്കെ നമ്മുടെ ഫാമിലിയാണ് കേട്ടോ. അതിന്റെ ഭാര്യ, കുട്ടി, അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ അവരെ വീഡിയോയിൽ ഉൾപ്പെടാത്തതിന്റെ സങ്കടം കുറെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇത് ആദ്യമായിട്ടാ. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ഇവര് കഴിച്ചിട്ട് ഇവര് അഭിപ്രായം പറയട്ടെ. എന്ന് നമ്മളല്ലേ പറയാം, എന്ന് ഇവര് പറയട്ടെ കേട്ടോ. കഴിച്ചോളൂ. ചോറല്ല, നല്ല ചൂടുണ്ടോ? ഇയാൾ കൊറേ വീഡിയോയില് മറ്റേ പങ്കെടുക്കണം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആട്ടോ കൊറേ പറയണം എന്നോട്. അപ്പോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ വ്യത്യസ്തമായ വീഡിയോകളായിട്ട് അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.